എല്ലാവർക്കും ശിവാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് അക്ഷരമുറ്റ 2026 ക്വിസ് മത്സരത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മുമ്പിട്ട വീഡിയോകളെല്ലാം നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണണേ. നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1930 ഉദ്ഘാടന ലോകകപ്പിൽ ആദ്യ ഗോൾ നേടിയ ഫ്രഞ്ച് താരം ആര്? ഉത്തരം ലൂസിയൻ ലോറൻറ്റ്. 1930 ജൂലൈ 13 മെക്സിക്കോക്കെതിരായ മത്സരത്തിലാണ് ലൂസിയൻ ലോറൻറ്റ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടിയത്. ആദ്യ ഫിഫ ലോകകപ്പ് നടന്നത് യുറുഗ്വേയിൽ വെച്ചിട്ടാണ്. യുറുഗ്വേ തന്നെയായിരുന്നു അതിലെ ജേതാക്കൾ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1930 ഉറുഗ്വേ ലോകകപ്പ് ഫൈനലിൽ ഉപയോഗിച്ച പന്തുകൾ ഏതൊക്കെയായിരുന്നു? അർജൻറ്റീനയുടെ ടിയാൻ്റെയും ഉറുഗ്വേയുടെ ടീ മോഡലും. ആദ്യ പകുതിയിൽ അർജൻറ്റീനയുടെ ടിയാൻ്റെയും രണ്ടാം പകുതിയിൽ ഉറുഗ്വേയുടെ ടീ മോഡലും ഉപയോഗിച്ചു. മത്സരം 4-2 ജയിച്ച ഉറുഗ്വേ ആദ്യ ലോക ചാമ്പ്യന്മാരായി. 2026 ഫിഫ ലോകകപ്പിന് ഉപയോഗിച്ച ഫുട്ബോളിലെ പേരെന്തായിരുന്നു എന്ന് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. മൂന്നാമത്തെ ചോദ്യം, 2 വ്യത്യസ്ത രാജ്യങ്ങൾക്കായി ലോകകപ്പ് ഫൈനൽ കളിച്ച ഏക താരമാര്? 2 വ്യത്യസ്ത രാജ്യങ്ങൾക്കായി ലോകകപ്പ് ഫൈനൽ കളിച്ച ഏക താരമാര്? ഉത്തരം ലൂയിസ് മുണ്ടി. 1930 അർജൻറ്റീനയ്ക്കായും 1934 ഇറ്റലിക്കായും അദ്ദേഹം ഫൈനൽ കളിച്ചു. 1934 ഇറ്റലിക്കൊപ്പം ലോകകപ്പ് നേടി. ഇനി നാലാമത്തെ ചോദ്യം, ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാര്? ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാര്? ഉത്തരം ജസ്റ്റ് ഫോണ്ടെയിൻ. 1958 സ്വീഡൻ ലോകകപ്പിൽ ഫ്രാൻസിനായി 13 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. അഞ്ചാമത്തെ ചോദ്യം, ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഔദ്യോഗിക ഭാഗ്യചിഹ്നം മസ്കോട്ട് ഏത്? ഉത്തരം വേൾഡ് കപ്പ് വില്ലി. 1966 ഇംഗ്ലണ്ട് ലോകകപ്പിലാണ് സിംഹരൂപത്തിലുള്ള വേൾഡ് കപ്പ് വില്ലി ആദ്യ ഔദ്യോഗിക ലോകകപ്പ് മസ്കോട്ടായത്. ആറാമത്തെ ചോദ്യം, ഒരു ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടിയ ഏക താരം ആര്? ഉത്തരം ജെർസിത്തോ. 1970 മെക്സിക്കോ ലോകകപ്പിൽ ബ്രസീലിനായി കളിച്ച 6 മത്സരങ്ങളിലും അദ്ദേഹം ഗോൾ നേടി. ഏഴാമത്തെ ചോദ്യം, നിലവിലെ ഫിഫ ലോകകപ്പ് ട്രോഫി ആദ്യമായി ഉയർത്തിയ നായകൻ ആര്? ഉത്തരം ഫ്രാൻസ് ബെക്കൻബോവർ. 1974 പശ്ചിമ ജർമ്മനിയുടെ നായകനായിരുന്ന ബെക്കൻബോവർ പുതിയ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി ആദ്യമായി ഉയർത്തി. എട്ടാമത്തെ ചോദ്യം, ഒരു ലോകകപ്പ് മത്സരത്തിൽ സെൽഫ് ഗോളും സാധാരണ ഗോളും നേടിയ ആദ്യ താരം ആര്? ഉത്തരം എർണി ബ്രാൻഡ്സ്. 1978 ലോകകപ്പിൽ ഇറ്റലിക്കെതിരായ മത്സരത്തിലാണ് എർണി ബ്രാൻഡ്സ് സ്വന്തം ടീമിൻ്റെ വലയിലും എതിരാളിയുടെ വലയിലും ഗോൾ നേടിയത്. ഒമ്പതാമത്തെ ചോദ്യം, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെട്ട താരം ആര്? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെട്ട താരം ആര്? ഉത്തരം ഡീഗോ മറഡോണ. ലോകകപ്പ് മത്സരങ്ങളിൽ മറഡോണ 152 തവണ ഫൗൾ ചെയ്യപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇനി പത്താമത്തെ ചോദ്യം, ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക് നേടിയ താരം ആര്? ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക് നേടിയ താരം ആര്? ഉത്തരം ലാസ്ലോ കിസ്. 1982 ലോകകപ്പിൽ എൽ സാൽവദോറിനെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി വെറും 7 മിനിറ്റിനുള്ളിൽ ഹാട്രിക് നേടി. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. മറഡോണ ഗോൾ ഓഫ് ദ സെഞ്ചുറി നേടിയത് ഏത് ഗോൾ കീപ്പർക്കെതിരെയാണ്? മറഡോണ ഗോൾ ഓഫ് ദ സെഞ്ചുറി നേടിയത് ഏത് ഗോൾ കീപ്പർക്കെതിരെയാണ്? ഉത്തരം പീറ്റർ ഷിൽട്ടൺ. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് മറഡോണ ഈ പ്രശസ്ത ഗോൾ നേടിയത്. ഇനി 12ാമത്തെ ചോദ്യം, ലോകകപ്പിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ ആദ്യ ഗോൾ കീപ്പർ ആര്? ഉത്തരം ജിയാൻ ലൂക്ക പഗ്ലിയുക്ക. 1994 ലോകകപ്പിൽ നോർവേക്കെതിരായ മത്സരത്തിലാണ് ഇറ്റലിയുടെ പഗ്ലിയുക്ക ചുവപ്പ് കാർഡ് കണ്ടത്. ഒരൊറ്റ ലോകകപ്പ് മത്സരത്തിൽ 5 ഗോൾ നേടിയ താരം ആര്? ഒരൊറ്റ ലോകകപ്പ് മത്സരത്തിൽ 5 ഗോൾ നേടിയ താരം ആര്? ഉത്തരം ഒലെഗ് സാലെങ്കോ. 1994 ലോകകപ്പിൽ റഷ്യയ്ക്കായി കാമറൂണിനെതിരെയാണ് 5 ഗോളുകൾ നേടിയത്. 14ാമത്തെ ചോദ്യം,
ലോകകപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാര്? ലോകകപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാര്? ഉത്തരം റോജർ മില്ല. 1994 ലോകകപ്പിൽ കാമറൂണിനായി 42-ാം വയസ്സിലാണ് റോജർ മില്ല ഗോൾ നേടിയത്. 15-ാമത്തെ ചോദ്യം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയ താരം ആവർത്തിക്കാം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയ താരമാര്? ഉത്തരം ഹക്കാൻ ഷുക്കൂർ. 2002 ലോകകപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ 11-ാം സെക്കൻഡിലാണ് അദ്ദേഹം ഗോൾ നേടിയത്. 16-ാമത്തെ ചോദ്യം. ഒരേ മത്സരത്തിൽ 3 മഞ്ഞക്കാർഡ് ലഭിച്ച താരമാര്? ഒരേ മത്സരത്തിൽ 3 മഞ്ഞക്കാർഡ് ലഭിച്ച താരം ആര്? ഉത്തരം ജോസിപ്പ് സിമുനച്ച്. 2006 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ റഫറി ഗ്രഹാം പോളിൻ്റെ പിഴവിനെ തുടർന്നാണ് 3 മഞ്ഞക്കാർഡുകൾ ലഭിച്ചത്. ചോദ്യം തിരിച്ചും മറിച്ചും ചോദിക്കാവുന്നതുകൊണ്ട് നമുക്ക് ഈ റഫറിയുടെ പേരടക്കം പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് പേര് പഠിക്കാം. ഇനി 17-ാമത്തെ ചോദ്യം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർഡുകൾ കണ്ട മത്സരം ഏത്? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർഡുകൾ കണ്ട മത്സരം ഏത്? ഉത്തരം പോർച്ചുഗൽ നെതർലാൻഡ് മത്സരം 2006 നടന്നത്. ബാറ്റിൽ ഓഫ് നറൻബർഗ് എന്നറിയപ്പെടുന്ന ഈ മത്സരത്തിൽ 16 മഞ്ഞക്കാർഡുകളും 4 ചുവപ്പ് കാർഡുകളും ലഭിച്ചു. 18-ാമത്തെ ചോദ്യം. 2 ലോകകപ്പുകളിൽ ഗോൾഡൻ ബോൾ നേടിയ ഏക താരം ആര്? 2 ലോകകപ്പുകളിൽ ഗോൾഡൻ ബോൾ നേടിയ ഏക താരമാര്? ഉത്തരം ലയണൽ മെസ്സി. 2014 റണ്ണറപ്പായും 2022 ചാമ്പ്യനായും മെസ്സി ഗോൾഡൻ ബോൾ നേടി. 19-ാമത്തെ ചോദ്യം. ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടും കിരീടം നേടാനാകാതെ പോയ ഏക താരം ആര്? ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടും കിരീടം നേടാനാകാതെ പോയ ഏക താരമാര്? ഉത്തരം കിലിയൻ എംബാപ്പെ. 2022 ഫൈനലിൽ 3 ഗോളുകൾ നേടിയിട്ടും ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീനയോട് പരാജയപ്പെട്ടു. 2022 ഫൈനലിൽ 3 ഗോളുകൾ നേടിയിട്ടും ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീനയോട് പരാജയപ്പെട്ടു. 20-ാമത്തെ ചോദ്യം. ആഫ്രിക്കയിൽ നിന്ന് ലോകകപ്പ് സെമി ഫൈനലിലെത്തിയ ആദ്യ രാജ്യം ഏത്? ചോദ്യം ആവർത്തിക്കാം. ആഫ്രിക്കയിൽ നിന്ന് ലോകകപ്പ് സെമി ഫൈനലിലെത്തിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം മൊറോക്കോ. 2022 ഖത്തർ ലോകകപ്പിലാണ് മൊറോക്കോ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് സെമി ഫൈനലിലെത്തിയത്. 21-ാമത്തെ ചോദ്യം. 2026 ലോകകപ്പ് ഫൈനൽ നടക്കാനിരിക്കുന്ന സ്റ്റേഡിയം ഏത്? ഇത് അക്ഷരമുറ്റം നമ്മുടെ ഫിഫ ലോകകപ്പ് കഴിയുന്നതിന് മുന്നേ ഇറക്കിയിട്ടുള്ള പതിപ്പിൽ നിന്ന് ചോദ്യം ആയതുകൊണ്ടാണ് നടക്കാനിരിക്കുന്ന സ്റ്റേഡിയം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി നടന്ന സ്റ്റേഡിയം എന്ന് ചോദിക്കാം. ഉത്തരം ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് 2026 ലോകകപ്പ് ഫൈനൽ നടന്നത്. 22-ാമത്തെ ചോദ്യം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. 1958, 1962, 1970, 1994, 2002 എന്നീ വർഷങ്ങളിലാണ് ബ്രസീൽ ലോക ചാമ്പ്യന്മാരായത്. 23-ാമത്തെ ചോദ്യം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നായകനായ താരം ആര്? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നായകനായ താരമാര്? ഉത്തരം ലയണൽ മെസ്സി. ലോകകപ്പിൽ 19 മത്സരങ്ങളിൽ അർജന്റീനയെ നയിച്ച മെസ്സിയാണ് ഈ റെക്കോർഡിന് ഉടമ. 24-ാമത്തെ ചോദ്യം. നിലവിലെ ഫിഫ ലോകകപ്പ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ശില്പി ആര്? ചോദ്യം ആവർത്തിക്കാം. നിലവിലെ ഫിഫ ലോകകപ്പ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ശില്പി ആര്? ഉത്തരം സിൽവിയോ ഗസാനിക്ക. 1971 ഇറ്റാലിയൻ ശില്പിയായ സിൽവിയോ ഗസാനിക്കയാണ് നിലവിലെ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി രൂപകൽപ്പന ചെയ്തത്. 25-ാമത്തെ ചോദ്യം. കളിക്കാരനായും മുഖ്യ പരിശീലകനായും അസിസ്റ്റന്റ് കോച്ചായും ലോകകപ്പ് നേടിയ ഏക വ്യക്തിയാര്? കളിക്കാരനായും മുഖ്യ പരിശീലകനായും അസിസ്റ്റന്റ് കോച്ചായും ലോകകപ്പ് നേടിയ ഏക വ്യക്തിയാര്? ഉത്തരം മരിയോ സഗാലോ. ബ്രസീലിനൊപ്പം കളിക്കാരനായും പരിശീലകനായും അസിസ്റ്റന്റ് കോച്ചായും ലോകകപ്പ് കിരീടം നേടിയ ഏക വ്യക്തിയാണ് മരിയോ സഗാലോ. 26-ാമത്തെ ചോദ്യം ഈ വീഡിയോയിലെ അവസാന ചോദ്യം. 2026 ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ മസ്കോട്ട് ഏതൊക്കെയാണ്? അതായത് 3 രാജ്യങ്ങളായിരുന്നു വേദി പങ്കിട്ടിരുന്നത്. 3 ഭാഗ്യചിഹ്നങ്ങളാണുള്ളത്. മേപ്പിൾ മൂസ് കാനഡയാണ്. സായു ജാഗ്വാർ മെക്സിക്കോ. ക്ലച്ച് ബാൾഡ് ഈഗിൾ അമേരിക്ക. കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ 3 ആതിഥേയ രാജ്യങ്ങളെ
പ്രതിനിധീകരിക്കുന്നതാണ് 2026 ലോകകപ്പിൻ്റെ 3 ഔദ്യോഗിക മസ്കോട്ട്സ്. ചോദ്യങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോകളിലെല്ലാം നമ്മൾ വരുന്നതാണ്.